മുർഷിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ നേരെ വിട്ടത് ലാമിയുടെ വീട്ടിലേക്കായിരുന്നു. കല്യാണ പ്ലാനിങ് വന്നപ്പോൾ തന്നെ വീട്ടിലേക്കുള്ള പ്ലാനിങ് അവൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്ര അടുത്തുവരെ വന്നതല്ലേ, ഇനി ഇതുപോലെ ഒരു അവസരം കിട്ടുമെന്ന് എനിക്കും തോന്നിയില്ല. പിന്നെ നമ്മൾ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉമ്മാന്റെ അടിപൊളി ഫുഡ് അടിക്കും. ചൂടത്തുനിന്ന് ചെന്ന് കയറിയപ്പോഴേ നല്ല തണുത്ത നാരങ്ങ വെള്ളം സ്നാക്സ്. റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഒരു ഹോം ടൂർ തന്നെ നടന്നു. വീട് മൊത്തത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. കിച്ചണിലെത്തിയപ്പോൾ ലാമിയ അവളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ച ഉണ്ടാക്കുമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു മസാല ഇട്ട് ബ്രെഡ് പൊരിച്ച് ഞാൻ കഴിക്കുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കൂട്ടത്തിൽ ചായ വേറെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. നൈറ്റ് നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ബീഫും ഉണ്ടായിരുന്നു. കൂടെ സാലഡും കിടിലൻ അച്ചാർ. ഇതാണ് ലംഹ, അവളുടെ ഒരേ ഒരു അനിയത്തി. അവരുടെ സംസാരം കേട്ടിട്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്ത് എന്റെ ചേച്ചിനെ. ഞങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു, ഒടുക്കത്തെ സ്നേഹവും കണ്ണി കണ്ട. ഉമ്മാന്റെ ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഡയറ്റിലായിരുന്നു ഞാൻ എന്തോരം ഫുഡ് കഴിച്ചൊന്നും എനിക്ക് പോലും അറിയത്തില്ല. സാരയില്ല, ഡയറ്റിന് ഇനിയും സമയമുണ്ടല്ലോ. പക്ഷെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉമ്മയുടെ ഫുഡ് കിട്ടത്തില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ സ്വന്തം വീട് പോലെ ഫീൽ ആവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഫീലും അത് തന്നെ. ഈ വരുന്നതാണ് ലാമിയുടെ ഉമ്മ. കുറച്ചു നേരം സംസാരിച്ചപ്പോഴേ ഞങ്ങൾ ഭയങ്കര കൂട്ടായി. പിന്നെ കഥ പറച്ചിലായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇത് വലിയൊരു നഷ്ടമായി പോയി. ഫുഡടി കഴിഞ്ഞിട്ട് എഗെയിൻ കത്തിയടിക്കൽ. ഞാൻ ഒരുപാട് ഹാപ്പിയായി. ബാക്കി വിശേഷങ്ങളായിട്ട് കാണുന്നതുവരെ ടാറ്റാ.